എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം സെക്കരിയാവ് 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവർ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. നമ്മുടെ അവസ്ഥ എന്താണോ അതിനനുസരിച്ച് ദൈവം കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ ദൈവം എന്ത് ചെയ്യും, നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരും കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഒരിക്കൽ ഇംഗ്ലണ്ടിൻ്റെ സൈന്യം അവർ ഡെൻമാർക്കിൽ കുടുങ്ങിപ്പോയി. അതായത് ഇവർക്ക് അവർ എന്താ പറയുക, യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയും അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ പ്ലാൻ. അങ്ങനെ ഇംഗ്ലണ്ട് അവർ ഡെൻമാർക്കിലേക്ക് പോവുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യണ സമയത്ത് അവരുടെ വലയിൽ അകപ്പെട്ടു പോയി. അവർക്ക് രക്ഷപ്പെടാൻ യാതൊരു നിർവാഹവും ഇല്ലായിരുന്നു. അന്നേരം അവർ മൊത്തത്തിൽ ആ രാജ്യം മൊത്തം ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മുടെ സൈന്യത്തിന് എന്തെങ്കിലും ഒരു ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ബാധിക്കുമല്ലോ. അപ്പം എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. ആ രാജ്യം മൊത്തത്തിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇംഗ്ലണ്ടിൽ ഇങ്ങനെ അതിൻ്റെ അധികാരി എന്ത് ചെയ്തു, എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം അറിയിച്ചു. നമ്മൾ ഈ വരുന്ന മെയ് 26-ാം തീയതി ഒരു പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കണം. കാരണം നമുക്കിനി അവിടുന്ന് രക്ഷപ്പെടാൻ, നമ്മുടെ സൈന്യം മൊത്തം അവരുടെ വലയിൽ അകപ്പെട്ടു പോയി. രക്ഷപ്പെടണമെങ്കിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാ ജനവും ഒരേപോലെ അവർ എവിടെയാണോ ആ ദിവസം അവിടെ നിന്ന് എവിടെയും പോവാതെ അവിടെ ഇരുന്ന് ആ ഒരു റൂം പ്രാർത്ഥന മുറിയാക്കി അവർ മാറ്റി. എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചു. അതൊരു പ്രാർത്ഥന ദിവസമായിട്ട് തന്നെ അവർ ആചരിച്ചു. ഇങ്ങനെ പ്രാർത്ഥന നടന്ന് ഒരു എന്താ പറയുക, ഒരു 48 അവേഴ്സിനകത്ത് തന്നെ പെട്ടെന്ന് ആ ഡെൻമാർക്കിൽ ഫുള്ളായിട്ടൊരു എന്താ പറയുക മൂടൽ മഞ്ഞ് വന്നു. മൂടൽ മഞ്ഞ് വന്നിട്ട് ആർക്കും അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് മൂടൽ മഞ്ഞ് കൊണ്ട് നിറഞ്ഞു. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഇംഗ്ലണ്ടിൻ്റെ സൈന്യം അവർക്ക് എല്ലായിടവും കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവിടെ ഉള്ളവർക്കൊന്നും ഇവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റി. ഇതിനെ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനു മുന്നേ നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജിത്തു ജെ ജയൻ. ജിത്തു ജെ ജയൻ. ജിത്തു ജെ ജയൻ. ഓക്കെ. അപ്പം വീട്ടിലെ അമ്മയുടെ അച്ഛന്റെ ഒക്കെ പേര് ജെ വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ. എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞു, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു. +2 കഴിഞ്ഞിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്ത് നിൽക്കാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻ ഒക്കെ? ഏതുവരെ എത്തി? കുഴപ്പമില്ല, അങ്ങനെ പോണു. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മയുണ്ട്, പപ്പയുണ്ട്, അനിയനും ഉണ്ട്. ഓക്കെ. എല്ലാരും സുഖായിരിക്കുന്നല്ലോ? സുഖായിരിക്കുന്നു. പ്രോഗ്രാമിലേക്ക് ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഒരിക്കൽ വിളിച്ചായിരുന്നു. ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്. ഓക്കെ. കാണാറുണ്ടോ പ്രോഗ്രാം? കാണാറുണ്ട്. ഓക്കെ. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഓരോ അധ്യായം വെച്ചിട്ടാണോ അതോ അതിൽ കൂടുതൽ വായിക്കാറുണ്ടോ? ഒരു ദിവസം ഒരു ടൈം ഒരു അധ്യായം, 3 തവണ വായിക്കും. ഒരു ദിവസം 3 പ്രാവശ്യം ബൈബിൾ വായിക്കും? സീരിയസ്ലി? അതെങ്ങനെയാണ് ടൈം അറേഞ്ച് ചെയ്യുന്നത്? പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴൊക്കെ വായിക്കും. 3 നേരം പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? എപ്പോഴൊക്കെയാണ്? രാവിലെ, പിന്നെ പഠിക്കാതിരിക്കുന്നതിന് മുന്നേ രാത്രി, പിന്നെ വൈകിട്ട് കുടുംബ പ്രാർത്ഥന. ഓക്കെ, കുടുംബ പ്രാർത്ഥനയ്ക്ക്. ശരി. ഓക്കെ. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരെ പൊതുവേ ബൈബിൾ വായനയിൽ ഭയങ്കര വീക്കാണ് നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ബൈബിൾ വായിക്കണത്. നമ്മുടെ ഒരുപാട് കോളേജ് അങ്ങനെ തന്നെയാണ്, എന്നാലും സന്തോഷം തോന്നി കേട്ടോ. 3 നേരം ബൈബിൾ വായിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. ഓക്കെ. നേരം ആദ്യത്തെ ചോദ്യം ചോദിക്കാമല്ലോ? ചോദിക്കാം. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിന്റെ അവസ്ഥ എന്താണ്? കരച്ചിലും പല്ലുകടിയും. ഓക്കെ, ഉത്തരം ശരിയാണ്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ട്. ഓക്കെ. അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയാണ്, പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടും.
പാട്ട് പാടും. ആ, ഓക്കെ. ഇഷ്ടപ്പെട്ട പാട്ടിന്റെ കുറച്ച് വരികൾ പാടിക്കോളൂ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹലോ ജിത്തു, നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. ഓക്കെ, ആ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ ചോദി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ എന്ത് ചോദ്യവുമായാണ് പരീശന്മാർ ശിഷ്യന്മാരെ അയച്ചത്? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഉത്തരം ശരിയാണ്. കൈസർക്ക് കരം കൊടുക്കുന്നത് ന്യായമോ ന്യായരഹിതമോ? ഓക്കെ, ആ, പറഞ്ഞ എന്താ പറയാ, ആൻസർ കറക്റ്റ് തന്നെയാണ്. ട്രാൻസ്ലേഷന്റെ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് വാക്കുകൾ വ്യത്യാസമുള്ളത് കേട്ടോ. ഓക്കെ. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ഇഷ്ടപ്പെട്ട വ്യക്തി ദാവീദിനെ ഇഷ്ടമാണ്. ദാവീദിനെ ഇഷ്ടമാണ്. ഓക്കെ, എന്തൊക്കെയാണ് ദാവീദിലുള്ള പ്രത്യേകതകൾ? ദാവീദിലുള്ള പ്രത്യേകതകള് ദൈവത്തില് ആശ്രയിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. അതെ, അത് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അപ്പോഴെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണത് അല്ലേ. എല്ലാത്തിലും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവത്തിനായിരുന്നു അല്ലേ. കാരണം അദ്ദേഹം രാജാവായ സമയത്തായാലും അതിനു മുന്നേ നോക്കിയിട്ടുണ്ടെങ്കിലും ദാവീദിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനായിരുന്നു. അതെ, ഓക്കെ. അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പരീശന്മാർ യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആരെയാണ് യേശുവിന്റെ അടുത്തേക്ക് അയച്ചത്? ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പരീശന്മാർ യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആരെയാണ് യേശുവിന്റെ അടുത്തേക്ക് അയച്ചത്? തങ്ങളുടെ ശിഷ്യന്മാരെ. കറക്റ്റ് ആണ്. എന്നിട്ട് ഒരു കൂട്ടരും കൂടെ ഉണ്ടായിരുന്നു ശിഷ്യന്മാരോടൊപ്പം. കറക്റ്റ്. ഉത്തരം ശരിയാണ്. തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ. ഓക്കെ, അങ്ങനെ 3 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ, ചോദിക്കട്ടെ. കരം കൊടുക്കുന്നതിനുള്ള നാണയത്തിന്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, കൈസറുടേത്. ഓക്കെ, അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു ജിത്തു. കൺഗ്രാറ്റുലേഷൻസ്, വളരെ നല്ല കോളായിരുന്നു. തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഓക്കെ, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ജിത്തു ആയിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. എന്താ പറയാ, തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ടൊരു കോള് വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഐഡ തമ്പി. എവിടെ നിന്നാണ്? ശ്രീകാര്യം. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ കർത്താവിന്റെ വേലയിലാണ്. ഓക്കെ, അതൊരു എന്താ പറയാ ഭാഗ്യ പദവിയാണല്ലേ. അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഭർത്താവും 3 മക്കളും. മക്കളൊക്കെ എത്ര പ്രായമായി? മക്കള്
മൂത്ത മോള് ഭർത്താവും ഒരു മോളും ഉണ്ട്. അവര് ഉത്തർപ്രദേശിലെ കർത്താവിന്റെ വേലയില്. രണ്ടാമത്തെ മോനും ആ ഭാര്യയും 7 മാസമായ ഒരു ആൺകൊച്ചും ഉണ്ട്. അവര് കർത്താവിന്റെ വേലയില്. മൂന്നാമത്തെ മോൻ മാത്രമേ നമ്മളെ കൂടെ ഉള്ളൂ. ഓക്കെ. അപ്പം എല്ലാരും എന്താ പറയാ മിനിസ്ട്രിയിലാണ് അല്ലേ? ഓ ഓക്കെ. ഭയങ്കര സന്തോഷായിരിക്കുമല്ലോ വീട്ടില്. അതെ, ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. ഓക്കെ. എന്താണ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായം? പ്രോഗ്രാം നല്ലതാണ്. നമ്മള് നിശ്ചയിച്ചിരിക്കാത്ത സമയത്ത് അങ്ങനെയുള്ള പ്രോഗ്രാമായിട്ട് കാണുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ കാര്യം കാണുന്നത്. അപ്പൊ അതിനുള്ള മറുപടി ആയിരിക്കും അതിൽ കൂടെ പറയുന്നത്. ഒരു പ്രാവശ്യം ഞാൻ കേട്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതെ അല്ലേ? ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ആകെയുള്ള ലക്ഷ്യവും അത് തന്നെയാണ്. കാരണം എല്ലാവർക്കും ആശ്വാസം കിട്ടുക പ്രോഗ്രാമിലൂടെ, അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് കേട്ടോ. അതെ അതെ അതെ. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം ആൻറ്റി. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? അതെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? പരീക്ഷന്മാരുടെ ശിഷ്യന്മാരോട്. ഓക്കെ, ഉത്തരം ശരിയാണ്. അതായത് യേശുവിനെ പരീക്ഷിക്കുവാൻ വന്നവരോട്. ഓക്കെ, ഉത്തരം ശരിയാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ആൻറ്റിയുടെ ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? അതെ. അതിലെ ഒരു അനുഭവം നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയൂ. നമ്മള് ദൈവിക ബന്ധത്തിലും ദൈവിക കൂട്ടായ്മയിലും മുന്നോട്ട് പോകുമ്പോഴേ ആ ദൈവം നമ്മളുടെ ഹൃദയത്തില് പെട്ടെന്ന് ആർക്കെങ്കിലും നമ്മുടേതായ ഭവനത്തിലോ നമ്മുടെ പ്രിയപ്പെട്ട ഒരു വിവിധ സ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നതായിരിക്കും ചിലപ്പോൾ നമ്മുടെ വിശ്വാസ മക്കളിൽ ആരെങ്കിലും പെട്ടെന്നൊരു ആപത്തോ അനർത്ഥമോ വരാൻ വേണ്ടി ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു നിർബന്ധം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം എന്റെ രണ്ടാമത്തെ മോൻ, മക്കളിലെ രണ്ടാമത്തത്, ആണുങ്ങളിലെ ആദ്യത്തെ മോൻ, ഒരിക്കൽ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും 2 മാസത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് പിന്നെ അവർക്ക് ഉള്ള കാര്യങ്ങൾ ശുശ്രൂഷകളുടെ പരിചയത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ വർഷം അയക്കും. അപ്പോൾ തമിഴ്നാട് ഒരു സ്ഥലത്താണ്, ഉള്ളിലോട്ടൊരു സ്ഥലത്താണ് അയച്ചത്. അപ്പോൾ ഞാന് രാവിലെ മുതല് പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് വന്ന് കുറച്ചു നേരം ദൈവസന്നിധിയിൽ എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ആലയത്തിലോട്ട് പോയിരുന്നു പ്രാർത്ഥിക്കണമെന്നിങ്ങനെ ഹൃദയത്തിൽ ഭയങ്കര ദൈവസ്നേഹം നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ അത്യാവശ്യ ജോലി ഒതുക്കിയിട്ട് ഓടി വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മോനും കൊച്ചുങ്ങളെ കാര്യം തന്നെ മക്കളുടെ കാര്യമോട് പെട്ടെന്ന് ഹൃദയത്തിൽ വന്നത്. അപ്പൊ ഞാനിങ്ങനെ ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കൊണ്ടിരുന്നപ്പോഴും തന്നെ ഒരു ഫോൺ വന്നു. ഫോൺ പപ്പ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി വിളിച്ച് ചോദിച്ചപ്പോഴോ എന്റെ മോൻ അതിനു മുൻപേ 2 ദിവസത്തിന് മുൻപേ ഞായറാഴ്ച വൈകുന്നേരം വിളിച്ചപ്പോ പറഞ്ഞു, അമ്മ ഇനി കറക്റ്റ് 1 മാസം കൂടെ എനിക്ക് ഇവിടെ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ വരാൻ പറ്റുള്ളൂ. ഭയങ്കര ധൃതിയാണ്, സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ട്, അവിടെ പ്രോഗ്രാം ഒക്കെ നടത്തണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സമയമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി 1 മാസം കൂടെ ഇതേപോലെ സമയം കിട്ടാത്ത സമയമായിരിക്കും എന്ന് പറഞ്ഞു. ഇത്രയെല്ലാം പറഞ്ഞിട്ട് അപ്പൊ സന്തോഷത്തോടു കൂടിയാണ് അതിന് മുമ്പിലത്തെ ദിവസം ഞാൻ ഫോൺ വെച്ചത്. അന്നേരം അവൻ അസുഖത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഈ പ്രാർത്ഥനയുടെ ഇടയിൽ ഫോൺ വന്നപ്പോഴേ അവൻ പെട്ടെന്ന് പറഞ്ഞത് അവന് പെട്ടെന്നെല്ലാം ചിക്കൻ ബോക്സിന്റെ പൊള്ളലുണ്ടായോണ്ട് അവിടത്തെ പാസ്റ്ററും അവിടെ ആ സ്ഥലത്തുള്ള ശുശ്രൂഷയ്ക്കുള്ള പാസ്റ്റർ, ഇവിടെ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ട ഒരു പാസ്റ്ററുമാണ്, ഡോക്ടറുമാണ് ഭാര്യ. അപ്പോഴേ ചിക്കൻ ബോക്സ് ഇവനിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ശരീരത്തിലെല്ലാം പൊള്ളി നിന്നിട്ട് അവരതിന്റെ ക്ഷീണമായോണ്ട് പാസ്റ്ററുടെ ഭാര്യ ഡോക്ടറായിട്ടുള്ള ആ സിസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് ഇപ്പൊ നിന്നെ കെയർ ചെയ്യാൻ പറ്റൂല, ഇത് ഇത്തിരി ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും മോനെ, അതുകൊണ്ട് മോനെ അങ്ങ് വീട്ടിൽ പോ, ഞങ്ങളെല്ലാ ക്രമീകരണവും ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് വിളിച്ച് പറഞ്ഞതാണ് ഈ ഫോണിൽ കൂടെ കേട്ടത്. ഞാൻ പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫോണിന്റെ വിവരം അറിഞ്ഞത്. പക്ഷെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് പപ്പ പറഞ്ഞിരുന്ന ഒരു കാര്യം വേറെ ഒന്നും നോക്കണ്ട, സ്ഥാനം എടുത്തുകൊണ്ട് അവർ വണ്ടിയിൽ കയറ്റി വിടും, ഇനി പോരെന്ന് പറഞ്ഞു. ഇനി വന്നപ്പോഴത്തേക്കിന്
ശരീരത്തിലെ 3-4 സ്ഥലത്ത് ഇങ്ങനെ പൊള്ളി നിപ്പുണ്ട്. ചിക്കൻ ബോക്സ് മുമ്പേ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്കിത് അറിയാൻ കാണുമ്പോൾ. പക്ഷെ ഇവന്റെ മുഖത്ത് ക്ഷീണമൊന്നുമില്ല ഇത്രയും ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ടും. ആ അപ്പൊ എന്റെ ഹൃദയത്തിലെ പ്രാർത്ഥിച്ച് തീർന്നത് കൊണ്ട് ഈ ഇത് കേട്ടിട്ട് എനിക്ക് ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു അധൈര്യം ഒന്നും ഉണ്ടായില്ല. നല്ല ധൈര്യവും ഉറപ്പുമായിരുന്നു. എന്നിട്ട് അവിടുത്തെ ആ ഡോക്ടർ തന്നെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു, മോന് 2 ആഴ്ചത്തേക്ക് കുളിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ വന്നു കയറുമ്പോ ഈ അസുഖം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ല് കാണും. പക്ഷെ ഇവൻ വന്നിട്ടൊന്നും ആ ഒരു സ്മെല്ലൊന്നുമില്ല. ഇതിന് നടുവേദനയൊക്കെ ഉണ്ടാവും, പനി ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്റെ മുഖത്ത് ക്ഷീണവും ഇല്ല, ഇതൊന്നുമേ ഇല്ല. അപ്പൊ എന്റെ ഹൃദയത്തിലെ ദൈവം നല്ല ഉറപ്പ് തന്നു, ഒരു കുഴപ്പവും ഇല്ല. ആ വന്ന ബാധയിൽ ഈ പ്രാർത്ഥിച്ച നേരം തന്നെ ഞാൻ ശാസിച്ചിട്ടുണ്ട് എന്നെന്റെ ഹൃദയത്തിലെ ദൈവം പറയണം. അപ്പോഴ് കൊച്ചു ഞാൻ പറഞ്ഞു മോനെ ഒരു വലിയ ബക്കറ്റ് വെള്ളം എടുത്ത് തല നടക്കെ കുളിക്കാൻ പറഞ്ഞു. അയ്യോ അവിടുത്തെ ഡോക്ടർ ആന്റി പറഞ്ഞു കുളിക്കരുതെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാരമില്ല, കർത്താവല്ലേ, നമ്മൾ മരുന്നിനെ ആശ്രയിക്കാത്തവരല്ലേ, ദൈവമല്ലേ വൈദ്യന്, ഒരു കുഴപ്പമില്ല, വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് കുളിക്കാൻ പറഞ്ഞു. അവൻ കുളിച്ച് കയറി. പിന്നെ അവൻ ആ പ്രയാസം ഉണ്ടായില്ല, ആ പൊള്ളി നിന്നത് പോലും പിന്നെ കാണാനില്ല അടുത്ത ദിവസമായപ്പോ. ശരി. അപ്പോ ദൈവം എത്രമാത്രം എന്താ പറയാ, അതിനു മുന്നേ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആന്റിയെ ദൈവം നിയോഗിച്ചു അല്ലേ, ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട്. അതിനു മുന്നേ കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചു എന്നുള്ളതാണ്. അതാ അപ്പൊ നമ്മൾ ദൈവത്തോട് അടുത്തിരുന്നാല് എല്ലാ കാര്യവും മുന്നമേ നമ്മളെ അറിയിക്കും അല്ലേ. അറിയിക്കും, ദൈവം അറിയിക്കും. അതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ആന്റി ഇത് പറയുമ്പം എനിക്കതൊക്കെ വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മുടെ വീട്ടിലും ഒക്കെ പല കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. അതാണ് ദൈവം സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയണത് അല്ലേ. അതെ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണേ. പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ ആരാണ്? സദൂക്യർ. വെരി ഗുഡ്, ഉത്തരം ശരിയാണ്, സദൂക്യർ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പുനരുത്ഥാനത്തിൽ മനുഷ്യർ ആരെ പോലെ ആയിരിക്കും? ദൈവദൂതന്മാരെ പോലെ. ഓക്കെ, വെരി ഗുഡ്, ഉത്തരം ശരിയാണ്, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യമാണ്, ചോദിക്കട്ടെ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: യേശു സദൂക്യരെ മിണ്ടാതാക്കി എന്ന് കേട്ടിട്ട് പരീക്ഷിക്കുവാനായി എത്തിയ മറ്റു ചിലർ ആരാണ്? പരീശന്മാരിൽ ഒരാളെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലേ? ഒരു വൈദികൻ. ഓക്കെ, ഉത്തരം ശരിയാണ്, പരീശന്മാരിൽ ഒരു ന്യായപ്രമാണ വിദഗ്ധൻ. ഓക്കെ, അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. മാത്രമല്ല വളരെ നല്ല കോൾ ആയിരുന്നു. എനിക്ക് കുറെ കൂടെ കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ സമയത്തിന് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് വേഗത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. എന്തായാലും ആന്റി ഒരുപാട് സന്തോഷം. തുടർന്നും ദൈവം കൂടെ ഇരുന്ന് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ ആവശ്യങ്ങളിലും ദൈവം ഉണ്ടായിരിക്കട്ടെ. അതുപോലെ പ്രോഗ്രാമും കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ് ആന്റി. ബൈ. അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഐഡ എന്ന് പറഞ്ഞ ആന്റി ആയിരുന്നു. ആന്റിയുടെ ഒരു അനുഭവം നമ്മളോട് പറഞ്ഞു കേട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അതുപോലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാനും. അതുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നമേ ഇതുപോലെ അറിയിക്കും. പല വലിയ പ്രശ്നങ്ങളും ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ അതങ്ങ് മാറിപ്പോവുകയും ചെയ്യും. എന്തായാലും അങ്ങനെ തന്നെ ദൈവം എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ഇനി ഒരു കോൾ വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ റീനയാണ്. റീന, എവിടെ നിന്ന് വിളിക്കുന്നു? നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ചേട്ടനും 2 മക്കളും ഉണ്ട്. മക്കളൊക്കെ എത്ര പ്രായമായി? മക്കള് ഒരാള് 5ൽ പഠിക്കുന്നു, ഒരാള് 2ൽ പഠിക്കുന്നു. 5ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ആയി അല്ലേ? സ്കൂളിൽ പോയേക്കുവാണോ? സ്കൂളിൽ പോയിരിക്കുന്നു. ശരി, ഓക്കെ. അന്നേരം ബൈബിൾ വായിക്കാറുണ്ടല്ലോ എല്ലാ ദിവസവും? എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. എത്ര അധ്യായം വെച്ചാ വായിക്കുന്നത്? 5 അധ്യായം വെച്ചൊക്കെ വായിക്കും. ഓരോ ദിവസം 5 അധ്യായം വായിക്കാറുണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒന്നാമത്തേതിനോട് തുല്യമായ 2ാം കൽപ്പന ഏത്? ഒന്നാമത്തേതിനോട് തുല്യമായ 2ാം കൽപ്പന ഏത്?
നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഓക്കെ, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. റീന, പാട്ട് പാടുമല്ലോ? ഓ, പാട്ട് പാടും. ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ കുറച്ച് വരികൾ പാടിക്കോളൂ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം. പ്രബോധനങ്ങൾക്കായി പ്രവാചകന്മാർ ഭൂമിക്കു നൽകിയ ദൈവം. പ്രബോധനങ്ങൾക്കായി പ്രവാചകന്മാർ ഭൂമിക്കു നൽകി ദൈവം. വാക്കൊന്നും മാറുകില്ല, വാഗ്ദാനം നിറവേറ്റാൻ വരുമാവൻ വീരത് പാനാവിധനത്ത് നമ്മെ ചേർത്തിടുവാൻ. വരുമാവൻ വീരത് പാനാവിധനത്ത് നമ്മെ ചേർത്തിടുവാൻ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം. പ്രബോധനങ്ങൾക്ക് പ്രവാചകന്മാർ ഭൂമിക്കു നൽകിയ ദൈവം. ഹലോ റീന, നല്ല പാട്ടായിരുന്നു. പുതിയ പാട്ടാണോ? പുതിയ പാട്ടാണ്. ആരെഴുതിയതാന്നറിയോ? ആരെഴുതിയതെന്നറിയില്ല. അറിയില്ല. ഓക്കെ, എന്തായാലും നല്ല പാട്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് അമ്മ പാടി. പറഞ്ഞു തന്ന പാട്ടാണ്. ഏതാണ്? അമ്മ പറഞ്ഞു തന്ന പാട്ടാണ്. അമ്മ പറഞ്ഞെന്ന പാട്ടാണ്. ഓക്കെ, കൊള്ളായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. ഉം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണേ. ഉം. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു ഏതിൽ? എന്താണോ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഏതിൽ അടങ്ങിയിരിക്കുന്നു? ഈ രണ്ട് കൽപ്പനകളിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, ഈ രണ്ട് കൽപ്പനകളിൽ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ യേശു അവരോട് ചോദിച്ച ചോദ്യം എന്താണ്? ക്രിസ്തു ആരുടെ പുത്രനാകുന്നു? ഓക്കെ, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, ക്രിസ്തു ആരുടെ പുത്രനാകുന്നു. ഓക്കെ, നാലാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ക്രിസ്തു ആരുടെ പുത്രനാകുന്നു എന്നാണ് പരീശന്മാർ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. ക്രിസ്തു ആരുടെ പുത്രനാകുന്നു എന്നാണ് പരീശന്മാർ പറഞ്ഞത്? ദാവീദിന്റെ പുത്രൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ദാവീദിന്റെ പുത്രൻ. ഓക്കെ, അങ്ങനെ നാലാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു റീന. കൺഗ്രാറ്റുലേഷൻസ്. മാത്രമല്ല വളരെ നല്ല കോളായിരുന്നു, നല്ലൊരു പാട്ട് പാടി തന്നു. താങ്ക് യു ഫോർ ദാറ്റ്. മാത്രമല്ല പ്രോഗ്രാം തുടർന്നും കാണണം. ഓക്കെ, പ്രോഗ്രാമിലേക്ക് വിളിക്കുകയും വേണം. ഓക്കെ റീന, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് റീനയായിരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്നായിരുന്നു വിളിച്ചിരുന്നത്. ഒരു പാട്ട് പാടിത്തന്നു, എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോളിൻ്റെ എന്താ പറയുക, സമയം ഇവിടെ കഴിയുകയാണ്. നമ്മൾ തുടക്കത്തിലൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ എന്താ പറയുക, ആ ഒരു സൈന്യം അവർ ഡെൻമാർക്കിൽ കുടുങ്ങിപ്പോയിട്ട് അവരിനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ചതായിരുന്നു. പക്ഷേ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞതിൻ്റെ കാരണം അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. കാരണം പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. നമ്മൾ ഒരിക്കലും സാധ്യമാകില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് പോലും പലരും പ്രാർത്ഥിച്ചിട്ട് അത് നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇത് 2ാം ലോക മഹായുദ്ധത്തിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ പലരുടെയും ലൈഫിൽ കാണുന്നുണ്ട്. അത് ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ധൈര്യമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള കാര്യം പിന്നെ അടുത്തിനി ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാ വഴികളും നിങ്ങൾക്ക് തുറന്നു തരട്ടെ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.